ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37-ാം സങ്കീർത്തനം 36-ാം വാക്യം. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. ദുഷ്ടന്മാരുടെ വിധിയെയും ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും കുറിച്ച് ദാവീദ് ഈ വാക്യത്തിലൂടെ പ്രതിപാദിക്കുന്നു. അനീതിയിലൂടെ അഭിവൃദ്ധി പ്രാപിച്ചാൽ കാലക്രമേണ അത് അപ്രത്യക്ഷമായിത്തീരും. ഞാൻ അവരെ അന്വേഷിച്ചു, പക്ഷേ അവരെ കണ്ടെത്തിയില്ല എന്നാണ് ദാവീദിൻ്റെ വാദം. ലൗകിക വിജയത്തിൻ്റെയും ക്ഷണികമായ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ നീതിയുടെ സ്ഥിരതയെക്കുറിച്ചും ഈ വാക്യം പ്രതിപാദിക്കുന്നു. ദുഷ്ടന്മാർ എത്ര ഉന്നതരായാലും ദൈവഹിതത്തെ എതിർക്കുമ്പോൾ അവരുടെ പതനം ഉറപ്പാണ്. പ്രിയമുള്ളവരെ, തിന്മയ്ക്ക് ഒരു കാലഹരണ തീയതി ഉണ്ട്, എന്നാൽ നീതി ശാശ്വതമാണ്. ദുഷ്ടന്മാരുടെ ക്ഷണികമായ വിജയത്തിൽ അസൂയപ്പെടാതെ അവൻ്റെ നീതിയിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. നീതിയിൽ നടപ്പാനും അവൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുവാനും വിശ്വാസത്തിൽ നിലനിൽപ്പാനും ഈ നാളുകളിൽ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടരുടെ ക്ഷണികത തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.